നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സോഷ്യൽ എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പൺ കോഴ്സിലെയാണ്, തേർഡ് സെമ്മുകാരുടെ. അപ്പൊ നമ്മളിത് ഇന്നൊരു ക്രാഷ് ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം നമുക്ക് എക്സാംസ് ഒക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് നമ്മളൊരു ഓരോ 1-to-1 വീഡിയോസ് ആയിട്ട് വരുന്നത് ബുദ്ധിമുട്ടുകളാണ്, നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് യൂണിറ്റ് വൈസ് എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് ഒരു ക്രാഷ്, ഇനിയുള്ള ബാക്കിയുള്ള ആ ഒരു ബ്ലോക്കുകളും യൂണിറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്രാഷ് ക്ലാസ് ആയിട്ടാണ് ഇന്ന് എടുക്കുന്നത്. നമ്മൾ മുന്നേ ഉള്ള വീഡിയോകളിൽ കംപ്ലീറ്റ് ചെയ്തത് ബ്ലോക്ക് 2 വരെയാണ്. ബ്ലോക്ക് 2-ലെ എല്ലാ യൂണിറ്റും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി വരുന്ന യൂണിറ്റുകൾ, അതിന്റെ ബ്ലോക്കുകളും എല്ലാം കൂടി ഒറ്റ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബ്ലോക്ക് 3-യും അതുപോലെ തന്നെ ബാക്കി ബ്ലോക്കുകളും ഒക്കെ നമുക്കിതിലൂടെ കവർ ചെയ്ത് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ ഏകദേശം ഒരു ധാരണ ആ ഒരു കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് ലഭിക്കുകയും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോ നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് വരുന്നത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 എത്തിക്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി. IT നമുക്കിപ്പോ എല്ലാവർക്കും അറിയുന്നതാണ്. IT എന്നുള്ള മേഖലയിലെ എത്തിക്സ്, സോഷ്യൽ മീഡിയ പോലുള്ള അതുപോലെ തന്നെ മറ്റ് ന്യൂസ് ചാനലുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നതിൽ പറയുന്നതാണ് IT എന്നുള്ളത്. IT-യിലെ ഇൻഫർമേഷൻ ടെക്നോളജീസിന്റെ ഒരു എത്തിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് എത്തിക്സ് ഇൻ ഇൻഫർമേഷൻ ലിറ്ററസി ആൻഡ് മീഡിയ അനലൈസിസ്. നമ്മൾക്ക് അറിയുന്ന തന്നെ കുറച്ച് കാര്യങ്ങളാണ്, അത് തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു കോഴ്സുകളിലും ഈ ഒരു നിങ്ങളുടെ സിലബസിലും. അതുതന്നെ നമുക്ക് ഒരു തവണ തന്നെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. നമ്മൾ ആദ്യം തന്നെ യൂണിറ്റ് 1-ലേക്ക് പോവുകയാണ്. അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഇൻഫർമേഷൻ ഏജ് ആൻഡ് എത്തിക്സ്. അത് ഏകദേശം നമ്മുടെ ഒരു 21st സെഞ്ചുറിയിലെ ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഏജ് എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് സെക്കൻഡിൽസ് ആണ് നമ്മളെ ഗ്ലോബൽ ഒരു റീച്ച് കിട്ടിക്കൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഇൻഫർമേഷൻസ്, ടെക്നോളജി ഉള്ള IT-യുടെ ഒക്കെ ഒരു വരവോട് കൂടി ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്തിരുന്നത്. സെക്കൻഡ്സിലാണ് നമുക്ക് ഗ്ലോബൽ റീച്ച് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ഒരു സെഞ്ചുറി, അതായത് 21st സെഞ്ചുറിയാണ് നമ്മളൊരു ഇൻഫർമേഷൻ ഏജ് എന്ന് പറയുന്നത്. ഇനി ഇൻഫർമേഷൻ ലിറ്ററസി. എന്താണ് ഇൻഫർമേഷൻ ലിറ്ററസി? ഇൻഫർമേഷൻ ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ്, നമുക്ക് പല ഇൻഫർമേഷൻസും പല സ്ഥലത്തു നിന്നും കിട്ടാറുണ്ട് അല്ലെ. അത് ഏതുമായിക്കോട്ടെ, ന്യൂസ് ബേസ് ചെയ്തിട്ട് മറ്റ് പല ഇൻഫർമേഷൻസും, അതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ആ ഇൻഫർമേഷൻസ് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനുമുള്ള എബിലിറ്റിയാണ് നമ്മൾ ഇൻഫർമേഷൻ ലിറ്ററസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എത്തിക്സ് ഇല്ലാത്ത ഒരു ഇൻഫർമേഷൻസും നമ്മൾ സ്പ്രെഡ് ചെയ്യാനോ അത് യൂസ് ചെയ്യാനോ പാടില്ല. അതൊരു ഡേഞ്ചറസ് ആണ് എന്നാണ് ഇൻഫർമേഷൻ ലിറ്ററസി മീൻ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അത് ഐഡന്റിഫൈ ചെയ്യണം. അതായത് അത് യഥാർത്ഥത ഉള്ളതാണോ, അതിലെന്തെങ്കിലും ഫേക്ക് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം അത് ഇവാലുവേറ്റ് ചെയ്യണം. അത് ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത് കൂടി എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്യാനുള്ള എബിലിറ്റി, ഇതെല്ലാം നമ്മൾക്ക് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ലിറ്ററസി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മുടെ മീഡിയാസ്, നമുക്ക് ഒരുപാട് അറിയാം. നമ്മുടെ ന്യൂസ്, മറ്റു ചാനലുകൾ, സോഷ്യൽ മീഡിയാസ് ഒക്കെ, പ്ലാറ്റ്ഫോമുകളെല്ലാം പലതരത്തിലുള്ള ഇൻഫർമേഷൻസ്, നല്ലതും ചീത്തതും നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള പല ഇൻഫർമേഷൻസും പാസ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. അപ്പൊ അതിൽ ആ ഒരു മീഡിയാസ് ഇന്ന് നേരിടുന്ന എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ എന്തൊക്കെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ മീഡിയാസിൽ ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് അത് ഷെയർ ചെയ്യുമ്പോൾ എന്തൊക്കെ എത്തിക്സ് ആണ് അവരതിൽ നോക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം വാട്ട് ടു ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതുപോലെ വാട്ട് ടു ഒമിറ്റ്, എന്താണ് നമ്മൾ അതിലേക്ക് പുറത്തേക്ക്, അതായത് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ തന്നെ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും എന്തൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം. ഹൗ ടു ഫ്രെയിം, ആ ഒരു ഇൻഫർമേഷൻ എങ്ങനെ ഫ്രെയിം ചെയ്യണം. ഇവയെല്ലാം എത്തിക്കൽ ചോയ്സ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ഫ്രെയിം ചെയ്യണം, എന്ത് നമ്മൾ പുറത്തേക്ക് എടുക്കണം എന്നൊക്കെ ഉള്ളത് എത്തിക്കൽ ചോയ്സ് ആണ്.
അത് എത്തിക്സ് പരമായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ഈ ഒരു കാര്യങ്ങളെല്ലാം എത്തിക്സ് പരമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി കോർ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, അതായത് നമ്മൾക്ക് കിട്ടുന്ന ഈ ഇൻഫർമേഷൻസ്, കോർ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, അക്യുറസി. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എത്ര കൃത്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഫാക്ട് നമ്മൾ വെരിഫൈ ചെയ്തിരിക്കണം, എത്രത്തോളം സത്യം അതിൽ ഉണ്ട് എന്നുള്ളത്. റോങ് ഇൻഫർമേഷൻ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കറക്റ്റ് ചെയ്യണം. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് റോങ് ആണോ അല്ലെങ്കിൽ റൈറ്റ് ആണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കറക്റ്റ് ചെയ്യണം. ഇനി ന്യായമുള്ളതാവണം, ഫെയർനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം. മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ഇൻക്ലൂഡ് ചെയ്യണം. ഇനി സ്റ്റീരിയോ ടൈപ്പ് നമ്മൾ പാടെ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്ട്രീം ഫ്രിഞ്ചും വ്യൂസും നോർമലൈസ് ചെയ്യരുത് ഒരിക്കലും. അതുപോലെ തന്നെ സുതാര്യത ഉണ്ടാവണം. ട്രാൻസ്പെറൻസി, നമ്മുടെ ഇൻഫർമേഷൻസ് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. സോഴ്സ് ക്ലിയർലി മെൻഷൻ ചെയ്യണം. നമുക്ക് എവിടെ നിന്നാണ് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മൾ പല ഇൻഫർമേഷൻസും ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പം ഇത്രയുമാണ് ഒരു കോർ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമ്മളൊരു മീഡിയാസ് അവരുടെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കളക്ട് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു കോർ എത്തിക്കൽ പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. ഇനി ഡിജിറ്റൽ മീഡിയ പ്രോബ്ലംസ്, ഡിജിറ്റൽ മീഡിയയുടെ ഒരുപാട് പ്രോബ്ലംസ് നമ്മളിപ്പോ കറന്റ്ലി നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നമ്മൾ ന്യൂസിലൂടെയും മറ്റു ചാനലുകളുടെയും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡിജിറ്റൽ മീഡിയ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സ്പീഡ് ആൻഡ് വയറബിലിറ്റി കാരണം നമ്മുടെ വെരിഫിക്കേഷൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് പെട്ടെന്ന് ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ അത് നമ്മൾ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതും അത് വൈറൽ ആവുക എന്നുള്ളതും നമുക്കൊരു പെട്ടെന്നുള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ റൈറ്റ് ആണോ റോങ് ആണോ ഒന്നും നോക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ എത്തിക്കലി ഉള്ള കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്യാതെ, എത്തിക്കൽ ചോയ്സസ് ചെയ്യാതെ, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നോക്കാതെ തന്നെ നമ്മൾ വളരെ സ്പീഡായിട്ടും ഒരു വൈറാലിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, വൈറൽ ആവണം എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വെരിഫിക്കേഷൻസ് ഒന്നും ചെയ്യാതെ വെരിഫിക്കേഷൻ റെഡ്യൂസ് ചെയ്യുന്നു, സമയമില്ല എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ ഫേക്ക് ന്യൂസും മിസ്ഇൻഫർമേഷൻസുമാണ് കൂടുതൽ ഇപ്പൊ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്ന് കിട്ടി എന്നുള്ള ന്യൂസ് അതിൽ എത്രത്തോളം ആധികാരികത ഉണ്ട് എന്ന് നോക്കാതെ തന്നെ ആ ഫേക്ക് ന്യൂസുകളും മിസ്ഇൻഫർമേഷൻസും ഒക്കെ ധാരാളം ഇപ്പോൾ ഡിജിറ്റൽ മീഡിയകളിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. അതൊരു ഡിജിറ്റൽ മീഡിയയുടെ മറ്റൊരു വലിയ പ്രോബ്ലമാണ്. ഇനി സെൻസിറ്റീവ് ടോപ്പിക്സ്, ഇപ്പോ അതായത് മെന്റൽ ഹെൽത്ത്, സെക്ഷൽ വയലൻസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ വളരെ സെൻസിറ്റീവ് ടോപ്പിക്കാണ്. നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് വളരെയേറെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനത്തെയുള്ള കൂടുതൽ ടോപ്പിക്സ് ആണ് നമ്മളിപ്പം ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ കൂടുതൽ കാണുന്നത്. അത് മറ്റൊരു വലിയ പ്രോബ്ലമാണ്. ഇനി ഡിഗ്നിറ്റി എന്നുള്ളത് അവര് നോക്കുന്നില്ല. അത് ഒരാളുടെ ഡിഗ്നിറ്റിയിലേക്കോ ഒരു സമൂഹത്തിന്റെ ഡിഗ്നിറ്റിയിലേക്കോ ഒന്നും അവര് നോക്കുന്നില്ല. മറ്റൊന്ന് പ്രൈവസി, അത് തീരെ ഇല്ല എന്ന് നമുക്ക് പറയാം അല്ലെ. നമുക്ക് ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാട് കൂടി നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. ഇതിലേക്ക് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പം റീസെന്റ് ആയിട്ട് നടക്കുന്ന എന്തെങ്കിലും സംഗതികളോ അല്ലെങ്കിൽ ഒരു നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ടും കൂടി ആഡ് ചെയ്യാം. കാരണം ഡിജിറ്റൽ മീഡിയ പ്രോബ്ലംസ് എന്നുള്ളത് നമുക്ക് വളരെ വൈഡായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈവസി, ഡിഗ്നിറ്റി എന്നൊക്കെ ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതൊക്കെ ഡിജിറ്റൽ മീഡിയയുടെ ഒരു പ്രോബ്ലമാണ്. ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ അറിയാലോ, ഡിജിറ്റൽ മീഡിയയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് 2 മാർക്സിന്റെയോ 5 മാർക്സിന്റെയോ വന്നാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കറന്റ് ഇഷ്യൂസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി മറ്റൊന്ന്, മീഡിയ പൊളിറ്റിക്സ് ആൻഡ് പവർ. മീഡിയ, പൊളിറ്റിക്സ്, പവർ, ഇത് മൂന്നും എപ്പോഴും ഒരുമിച്ചിരിക്കുന്നതാണ് അല്ലെ. മീഡിയയുടെ അതൊരെപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അതായത് മീഡിയ കണ്ടന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ട് ഷേപ്പ് ചെയ്യുന്നതാണ് അല്ലെ. ശരിക്കും അത് അങ്ങനെ തന്നെയാണ് അല്ലെ. മീഡിയ കണ്ടന്റ് എന്ന് പറയുന്നത് അത് തന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഷേപ്പ് ചെയ്യപ്പെടുന്നത്. ഇനി അതിൽ തന്നെ ഒരു അജണ്ട നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു ഇന്ന കണ്ടന്റ് മാത്രമാണ് പോവേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ന്യൂസുകളാണ് മീഡിയ ത്രൂ പോവേണ്ടത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് എന്ന് ചെയ്യുന്നു. അതായത് മീഡിയ ഡിസൈഡ് ചെയ്യുന്നുണ്ട് എന്ത് പബ്ലിക് ഇഷ്യൂവില് അറ്റൻഷൻ കിട്ടണം എന്നുള്ളത് മീഡിയയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പല വാർത്തകൾ നമ്മളുടെ ഇടയിലേക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അതില് ഇവര് മീഡിയാസ് കൊടുക്കുന്ന വാർത്തകൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ഒരുപാട് അറ്റൻഷൻ കൊടുക്കുന്ന വാർത്തകൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷെ അതിലും വലിയ വാർത്തയാക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, മീഡിയാസ് അവർ സ്വയം അത് അവോയ്ഡ് ചെയ്യുന്നു, നമ്മളിലേക്ക് എത്തുന്നില്ല. പക്ഷെ വാർത്താ പ്രാധാന്യമുള്ളത്
അവര് കൊടുക്കാതെ മറ്റു വാർത്തകളിലേക്ക് അവർ പോകുന്നു എന്നുള്ളത് മീഡിയയുടെ ആ ഒരു എന്താ പറയാ അവര് ഡിസൈഡ് ചെയ്യുന്നതാണത്. അതുപോലെ തന്നെ മീഡിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ പറയുന്നത് ഒരു നമ്മൾ പല കാര്യങ്ങളും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വേണ്ട കാര്യങ്ങൾക്ക് തന്നെയാണോ? അല്ല, മറ്റു കാര്യങ്ങളിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് മറ്റൊരു ഇഷ്യൂ ആയിട്ട് പറയാം. അപ്പൊ അവരത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വിഷയങ്ങളിലേക്കല്ല പോകുന്നത്. അതായത് ഒരു കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാൻ ഏറ്റവും അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടുന്നത് എന്ത് മാത്രമാണ് അവർ നോക്കുന്നത്, അതായത് മറ്റൊന്നും കൂടുതൽ അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ മീഡിയാസിന്റെ അൽഗോരിതം അല്ലെങ്കിൽ മാനിപ്പുലേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ അൽഗോരിതം എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. അതായത് നമ്മൾ കൂടുതൽ പൊളിറ്റിക്കൽ ആഡ്സ് കൂടുതൽ മീഡിയാസിൽ വരുന്നു, അതുപോലെ ഡിസ്ഇൻഫർമേഷൻസ് പാസ് ചെയ്യാറുണ്ട്, മാനിപ്പുലേഷൻസ്. എക്സാമ്പിൾ, നമ്മളൊരു എന്താ പറയാ പല ഫേക്ക് ആയിട്ടുള്ള കാര്യം നമ്മളിപ്പം ആഡുകളൊക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം ആഡുകളൊക്കെ നമ്മൾ ഒരു പെയ്ഡ് ആയിട്ടുള്ളതാണ്. അതിലെ ഏറ്റവും കൂടുതൽ നല്ല ആഡുകൾ മാത്രമാണ് കൊടുക്കുന്നത്. അല്ല, മീഡിയാസിന് എത്രയും കൂടുതൽ ലാഭം കിട്ടുന്നത് എന്താണോ അങ്ങനെയുള്ള ആഡുകളായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് അത് വാലിഡ് ആണോ അല്ലെങ്കിൽ അത് റിയൽ ആണോ എന്ന് നോക്കാതെ വെരിഫൈ ചെയ്യാതെ അവരങ്ങ് ചെയ്യുന്നു. അപ്പൊ അതിൽ ഒരു മാനിപ്പുലേഷൻസും അതിന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. പല വാർത്തകളും വളച്ച് തിരിച്ച് ഒളിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഒരു രീതിയിൽ വരാറുണ്ട്. അപ്പം മാനിപ്പുലേഷൻ എന്നുള്ളത് ഡിജിറ്റൽ മീഡിയ മാത്രമല്ല എല്ലാ മീഡിയകളിലും സംഭവിക്കുന്ന ഒന്നാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാട്ടോ, നമ്മളുടെ കറന്റ് ഇഷ്യൂസ് ഈ പറഞ്ഞ പോലെ എഴുതാം. ഇനി നമ്മളുടെ ഇന്നത്തെ ഓഡിയൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അല്ലെ, നമ്മളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അവര് കൂടുതൽ അതിൽ ലൈക്ക് ചെയ്യുന്നത്, ഇപ്പൊ നമുക്കറിയാം ലൈക്ക് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും അത് കമന്റ് ചെയ്യുമ്പോഴാണ് അത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളിപ്പം നല്ലത് കണ്ടാൽ മാത്രമേ നമ്മൾ ലൈക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളാണ്, അതായത് ഓഡിയൻസ് ആണ് ഒരു കോൺസെപ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുക കറക്റ്റ് ആയിട്ട്. അതായത് അൺവെരിഫൈഡ് കണ്ടന്റ് ഷെയർ ചെയ്യുന്നത് ഹാംഫുൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അത് നമ്മൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കമന്റ് ചെയ്യുമ്പോഴും എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി നമുക്കും ഉണ്ട്. നമ്മൾ മീഡിയാസ് മാത്രമല്ല അല്ലെ, നമുക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് പ്രൊഡ്യൂസർ പ്ലസ് കൺസ്യൂമർ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ അതിന്റെ ഒരു കൺസ്യൂമറും പ്രൊഡ്യൂസറും വരുന്നത്. അതായത് നമ്മൾ തന്നെയാണ് ആ ഒരു വാർത്തകൾ ഏറ്റവും കൂടുതൽ കാണുന്നതും അത് കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ലൈക്കും ഷെയറും കോമന്റും കൊടുക്കുമ്പോൾ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയോട് കൂടി തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. ഇനി പ്രൈവസി പ്ലസ് മെന്റൽ ഹെൽത്ത് എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമുക്കറിയാം നമ്മുടെ മീഡിയകളിൽ ഇപ്പൊ ഇല്ലാത്തതാണ് ഒരു പ്രൈവസി എന്നുള്ളത്. ഒരു മനുഷ്യന്റെ പ്രൈവസി ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്ലാറ്റ്ഫോംസ് കളക്ട് ചെയ്യുന്നതും അതുപോലെ നമ്മളെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതൊക്കെ പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ ആരെങ്കിലും അത് നോക്കാറുണ്ടോ? ഇല്ല. പ്രൈവസി ഇഷ്യൂസ് എന്നുള്ളത് ഇപ്പൊ ആരും കൺസിഡർ ചെയ്യാത്ത മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു നമ്മൾ കൂടുതൽ മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ അഡിക്ഷൻ അങ്ങനെയുള്ളതിനൊക്കെ എന്താ പറയാ അറ്റൻഷൻ കൊടുക്കാറില്ല. നമ്മളിപ്പം അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ അതൊന്നും കൺസിഡർ ചെയ്യാറില്ല. നമ്മളുടെ ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അല്ലെങ്കിൽ മീഡിയാസ് യൂസ് ചെയ്യുന്നതിന്റെ മറ്റൊരു കുഴപ്പമാണ്. അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പ്രൈവസി മെന്റൽ ഹെൽത്ത് എന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മളുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കാൻ ഇപ്പം യാതൊരു മടിയുമില്ല ആർക്കും, അല്ലെ. അത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതായത് നമ്മള് പ്രൈവസി ഇഷ്യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോംസും അതുപോലെ തന്നെ നമ്മളെ ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ യൂസേഴ്സിന്റെ ഡാറ്റാസ് സെല് ചെയ്യുമ്പോഴും കളക്ട് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു പ്രൈവസി ഇഷ്യൂസ് വരാറുണ്ട്. നമുക്ക് എല്ലാവർക്കും നേരിടുന്നതാണ്, അല്ലെ. പലതരത്തിൽ എല്ലാവർക്കും നേരിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മളെ സോഷ്യൽ ഒരു കണ്ടീഷൻസും അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മളെ മെന്റൽ സ്ട്രെസ്, അഡിക്ഷൻ അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ആൾക്കാർ അറ്റൻഷൻ കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്, അതാണ് കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ഇനി നമ്മുടെ ലോസും എത്തിക്സും തമ്മിൽ ഇപ്പം നമ്മള് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ IT എന്നുള്ളതിന്റെ ഒരു വരവോട് കൂടി ഒരുപാട് പ്രശ്നങ്ങൾ, നല്ലതാണെങ്കിലും ചീത്തയായിട്ടുമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ IT ആക്ട് വന്നത് 2000-ലാണ്. അതിൽ സൈബർ ക്രൈം, പ്രൈവസി, ഓൺലൈൻ അക്കൗണ്ടബിലിറ്റി ഒക്കെ ഇത് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു IT ആക്ട് വന്നിട്ടുള്ളത്. സൈബർ ക്രൈം ഒക്കെ ഇപ്പൊ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് IT ആക്ട് 2000 അത് നിലവിൽ വന്നു, ആ ഒരു ആക്ട്. അപ്പൊ അതില് സൈബർ ക്രൈം, അതുപോലെ തന്നെ പ്രൈവസി, നമ്മുടെ ഓൺലൈൻ അക്കൗണ്ടബിലിറ്റി, ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ നോക്കുന്നത് ഈ ഒരു IT ആക്ടിലാണ്. ഇനി CDPR, അതായത് ഡാറ്റ പ്രൊട്ടക്ഷനും നമ്മുടെ പ്രൈവസി ലോ
നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസിന്റെ ആ ഒരു പ്രൈവസിയും അതിന്റെ പോലെ തന്നെ പ്രൊട്ടക്ഷനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് CDPR എന്നുള്ളത് പിന്നെ ആ ഒരു ലോ വന്നിട്ടുള്ളത്. മറ്റൊന്ന് യുനെസ്കോ AI എത്തിക്സ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ട് യുനെസ്കോയുടെ ഒരു മറ്റൊരു ലോ ഉണ്ട്. അതായത് അതും നമ്മുടെ ഈ ഒരു IT റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസിനെ വരുന്നതാണ്. ഇനി പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ PCI കൊണ്ടുവന്ന മീഡിയ എത്തിക്സ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോയാണ്. അതായത് നമ്മൾ കൂടുതൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഈ മീഡിയ ആണെങ്കിലും ഇൻഫർമേഷൻ ടെക്നോളജീസ് ആണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ ഗോൾ എന്ന് പറയുന്നത് അവരുടെ ഗോൾ എന്ന് പറയുന്നത് ട്രൂത്ത്, സത്യം മാത്രം. അതുപോലെ തന്നെ ആ കൊടുക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ഡെമോക്രാറ്റിക് ആയിട്ട് കൊടുക്കാനും നമ്മൾ കൊടുക്കുന്ന കാര്യം സത്യസന്ധമായിട്ടുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു മൊത്തത്തിലുള്ള ഈ യൂണിറ്റിൽ പറയുന്ന കാര്യം. ഇത്രയും കാര്യങ്ങളാണ്. അതായത് IT ഇതാണ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മളുടെ ഗ്ലോബലി നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഗുഡും ബാഡും ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു അത് സംബന്ധിച്ചിട്ടാണ് IT ആക്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ യുനെസ്കോ പോലെ പിന്നെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പോലെയൊക്കെയുള്ള ലോസ് ഒക്കെ നമുക്ക് ഈ ഒരു എത്തിക്സും ലോസും റിലേറ്റ് ചെയ്തിട്ടുള്ളത് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ മീഡിയാസിന്റെ ആ ഒരു കടന്നുകയറ്റം, മീഡിയാസിന്റെ പൊളിറ്റിക്കൽ പവർ എന്തൊക്കെയാണ്, ഡിജിറ്റൽ മീഡിയാസിന്റെ പ്രോബ്ലം, ഇതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ബ്ലോക്ക് 3യിൽ ഉൾപ്പെടുന്നത് ഈ ഒരു കാര്യങ്ങളാണ്. ഇനി നമുക്ക് ബ്ലോക്ക് 3യിലെ യൂണിറ്റ് ഫസ്റ്റ് ആണ്. അപ്പൊ ഇനി യൂണിറ്റ് 2യിലേക്ക് പോവാം. ക്രിട്ടിക്കൽ അനലൈസിസ് ഓഫ് മീഡിയ സോഴ്സസ്. നമ്മുടെ മീഡിയ സോഴ്സിന്റെ ക്രിട്ടിക്കൽ അനലൈസിസ് ആണ് ഈ യൂണിറ്റ് 2ൽ വരുന്നത്. നമുക്കറിയാം ഫേക്ക് ന്യൂസിന്റെയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഫേക്ക് ന്യൂസുകളും ഡീപ് ഫേക്സും ഒരുപാട് ഉള്ളതാണ്. നമ്മളുടെ മീഡിയ സോഴ്സ് എവിടെ നിന്ന് വരുന്നു, അതിൽ ഫേക്ക് ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്താ പറയാ സോർട്ട് ചെയ്യാത്ത ന്യൂസുകളാണ് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത്. നമുക്കൊരു ന്യൂസ് കിട്ടുന്നു, പക്ഷെ അതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നില്ല, നമ്മളൊന്നും അതിലൊരു വെരിഫിക്കേഷൻ ഒന്നും നടത്താത്തതിനെയാണ് നമ്മൾ ഒരു ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ ഡീപ് ഫേക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫേക്ക് ഓഡിയോസും വീഡിയോസും ഒക്കെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഡീപ് ഫേക്സ് എന്ന് പറയാം. അതായത് ഈ ഒരു AI ഉപയോഗിച്ചുകൊണ്ടുള്ള പിന്നെ എന്താ പറയാ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് അങ്ങനെ പറയാം, ഡീപ് ഫേക്സ് എന്ന് പറയാം. ഇനി മിസ്ഇൻഫർമേഷൻ, അതായത് ഫാൾസ് ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അത് നമുക്ക് അറിയാതെ ഷെയർ ചെയ്യുന്നതും ഉണ്ടാവും, അറിഞ്ഞുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുന്നതും ഉണ്ട്. ഇനി ഡിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ കൊടുക്കുക, പിന്നെ പബ്ലിക്കിന് മിസ്ലീഡിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ കൊടുക്കുക. ഇതൊക്കെ ഒരു ഫേക്ക് ന്യൂസും ഡീപ് ഫേക്സിന്റെ ഒക്കെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ മീഡിയാസിൽ ഒരുപാട് മാനിപ്പുലേഷൻ ടെക്നിക്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. അവർ യൂസ് ചെയ്യുന്ന ഇതൊക്കെ അവരെ ഒരു എന്താണ് ബോട്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ടെക്നിക്കൽ ടേം ആണ് കേട്ടോ. അതുപോലെ നമ്മളെ ഫേക്ക് അക്കൗണ്ട്സ് വഴിയൊക്കെ അവര് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഒരു മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട് അവരുടെ ഇൻഫർമേഷൻസ്. അതുപോലെ തന്നെ സെലക്റ്റീവ് എഡിറ്റിംഗ്, അവർ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമുക്കറിയാം ഒരു ഫുൾ വീഡിയോ ഉണ്ടെങ്കിൽ പലരും ഫുൾ വീഡിയോ ആയിരിക്കില്ല, അത് എഡിറ്റ് ചെയ്ത് ഇന്ന ഒരു എന്താ പറയാ ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ആയിരിക്കും അവർ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ സെലക്റ്റീവ് ആയിട്ടുള്ള എഡിറ്റിംഗ് വരുന്നത് ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ് മീഡിയയുടെ. അതുപോലെ തന്നെ അൽഗോരിതംസ് പ്രൊമോട്ട് ഫിയർ ആൻഡ് ആങ്കർ കണ്ടന്റ്. നമ്മളുടെ അൽഗോരിതം വെച്ച് ഇത് നമ്മളുടെ മീൻസ് ഈ സോഷ്യൽ മീഡിയ അൽഗോരിതം ഉണ്ട്. അതായത് എന്ത് കണ്ടന്റ്, ഏത് ടൈപ്പ് കണ്ടന്റുകൾ പബ്ലിക്കിന്റെ അടുത്തേക്ക് പോകണം, അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെന്താ പറയാ ഒരു പേടിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരു നമുക്ക് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ആങ്കർ കണ്ടന്റുകളൊക്കെ ആയിരിക്കും അത് കൂടുതൽ പിന്നെ പ്രൊമോട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ബോട്ട്സ് വഴി, ഫേക്ക് അക്കൗണ്ട്സ് വഴി, ക്ലിക്ക് ബൈറ്റ് എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ഈ ഒരു ടേം എന്നൊക്കെ പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവര് കൂടുതൽ ഇന്ന കണ്ടന്റുകൾ മാത്രമേ അവർക്ക് എത്താവൂ. കാരണം നമ്മൾ തന്നെ കൂടുതൽ ആൾക്കാർ അറ്റൻഷൻ കൊടുക്കുന്നത് എന്തൊക്കെയാണ്, കൂടുതൽ നമുക്കൊരു വളരെ പേടിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വരുമ്പോഴും അല്ലെങ്കിൽ വളരെ ആങ്കർ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കണ്ടന്റുകളൊക്കെയാണ് കൂടുതൽ ആൾക്കാർ താല്പര്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് ഇവരെന്ത് ചെയ്യുന്നു, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു. അത് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള മാനിപ്പുലേഷൻസ് അവർ നടത്തുന്നു മീഡിയാസ്. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ
ഉൾപ്പെടുത്താൻ പറ്റും. നമ്മൾ ആ ഒരു കണ്ടന്റ് മാത്രമായിരിക്കും നമ്മൾ ഓഡിയൻസിന്റെ ഇടയ്ക്ക് എത്തുക. അപ്പൊ അത് നമുക്ക് ഇതിൽ എഴുതാം, ഈ ഒരു മീഡിയ മാനിപ്പുലേഷൻ ടെക്നിക്സിൽ എഴുതാം. ബോട്ട്സ് എഴുതാം, സെലക്ടീവ് എഡിറ്റിംഗ് പറയാം, ഫേക്ക് അക്കൗണ്ടിങ് പറയാം, അതുപോലെ തന്നെ അൽഗോരിതംസ് ഇങ്ങനെയുള്ള പ്രൊമോട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ മാത്രമായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ്, ഇതിന്റെ ഇമ്പാക്ട് ഓൺ സൊസൈറ്റി. നമ്മൾ ഇതിന്റെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനെ സോഴ്സ് കൊണ്ടുള്ള ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് അവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് ട്രൂത്ത് അല്ലെങ്കിൽ സത്യം എന്നുള്ളത് അവിടെ ഒരു ഡിക്ലൈൻ ചെയ്തു പോകുന്നു. സത്യാവസ്ഥ എന്താ നമുക്ക് മനസ്സിലാവില്ല, എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് അറിയാം, നമ്മൾ ആ കാണുന്നത് മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ വയലൻസ്, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വയലൻസ് ഉണ്ടാവുന്നു അല്ലെ. നമുക്ക് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഇതിനെതിരെ ആൾക്കാർ ഇറങ്ങുന്നു, കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നു, കുറച്ച് പേര് അത് പിന്നെ അതിനെതിരെ ഇറങ്ങുന്നു, അതൊരു വയലൻസിലേക്ക് പോകുന്നു. പല ആൾക്കാർ തമ്മിലും പല സമൂഹത്തിൽ തന്നെ പല ഇതിലുള്ള ആൾക്കാർ തമ്മിലൊക്കെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോവാൻ ഇതൊരു കാരണമാകുന്നു. അതുകൊണ്ട് അത് വളരെ നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ആണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം പല നമ്മളെ ടെററിസ്റ്റ് അറ്റാക്കിനൊക്കെ എതിരെ വരുന്നത് അതൊക്കെ നമ്മളിപ്പോ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്പാക്ട്, സൊസൈറ്റിയുടെ ഇമ്പാക്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അണ്ടർലൈൻ എഴുതാവുന്ന കാര്യങ്ങളാണ്. ഇനി മറ്റൊന്ന്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് മീഡിയ ലിറ്ററസി. അതായത് നമ്മളിപ്പോ മീഡിയയുടെ ഒരു ലിറ്ററസിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ ന്യൂസസ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ന്യൂസസിന്റെ എത്രത്തോളം അതിന് കൃത്യത ഉണ്ട്, അതിൽ സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതിൽ തന്നെ ഈ വരുന്ന ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ള അധികാരം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം? ഈ സോഴ്സസ്, വരുന്ന ഇൻഫർമേഷൻസ് കിട്ടുന്ന സോഴ്സസ് റിലയബിൾ ആണോ എന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഇതിന് നിങ്ങൾക്ക് എവിഡൻസ് ഉണ്ടോ? ഒരു ന്യൂസും അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത് സത്യമാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളതിന്റെ എവിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ പർപ്പസ് എന്താണ്? ഈ ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പർപ്പസ് എന്താണ്? ഈ പറഞ്ഞ പോലെ വൈറൽ ആവാം എന്നുള്ളത് മാത്രമാണ് ആൾക്കാർക്ക് ഒരു ചെയ്യുന്നത്. അപ്പം എന്താണ് ഇവരുടെ ഒരു പർപ്പസ് എന്താണ്? നമ്മൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് അവരുടെ പർപ്പസ് എന്നറിയാം. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ബിലീവ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് മാത്രമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലെ. നമ്മൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഇതിങ്ങനെ തന്നെയാണ് എന്നുള്ളത് മാത്രമായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇൻഫർമേഷൻസ് മാത്രമായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അത് കൺഫർമേഷൻ ബയസ് എന്ന് പറയാം. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഒരു മീഡിയ ലിറ്ററസിയിൽ ക്രിട്ടിക്കൽ തിങ്കിങ് വരേണ്ടതാണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ എവിടെ നിന്ന് നമുക്ക് ന്യൂസ് കിട്ടി, ഇതിന് നിങ്ങൾക്ക് സോഴ്സസ് ഉണ്ടോ, പിന്നെ എവിഡൻസ് ഉണ്ടോ, എന്താണ് ഇതിന്റെ പർപ്പസ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു മീഡിയ ലിറ്ററസിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിട്ടിക്കലി ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മള് ഒരു ഡിജിറ്റൽ മീഡിയ കൊണ്ടുള്ള മറ്റൊരു എന്തൊക്കെ ടൂൾസ് ആണ് ഇവര് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളുടെ ഹ്യൂമൻ ജഡ്ജ്മെന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് അല്ലെ. നമ്മളൊരു ന്യൂസ് കണ്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ അത് ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഡിറ്റക്ഷൻ ടൂൾസ്, നമ്മൾ ഇതിന്റെ സത്യം, ഡീപ് ഫേക്സ് ഒക്കെ ആണ്, ഇപ്പൊ AI ഒക്കെ ആണെങ്കിൽ അത് AI ആണോ അല്ലെങ്കിൽ ഇതെന്താണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നതൊക്കെ ഒരു ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ഉള്ളത്, അത് നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ റിവേഴ്സ് ഇമേജ് സെർച്ച്, നമുക്കിപ്പോ ഒരു ഇമേജ് കിട്ടുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പല AI ഇമേജസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം, ഇത് ശരിക്കും ഉള്ളതാണോ, ഇത് ക്രിയേറ്റഡ് ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് അത് കുറച്ചുകൂടി പിന്നെന്താ പറയാ എളുപ്പത്തിൽ ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോർ ദാൻ ദാറ്റ് നമ്മളെ ഹ്യൂമൻ ജഡ്ജ്മെന്റ് ആണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. പക്ഷെ നമുക്ക് ഈ ഒരു ടൂളൊക്കെ നമുക്ക് ഉപയോഗിക്കാം വേണമെങ്കിൽ, ഈ പറഞ്ഞ പോലെ AI ഉള്ളതാണോ ഡീപ് ഫേക്സ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമേജസ് ഒക്കെ പഴയ ഇമേജസുമായിട്ട് ഇത് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയുമാണ് നമ്മളുടെ ഈ ഒരു യൂണിറ്റ് 2 വരുന്നത്, ക്രിട്ടിക്കൽ അനലൈസിസ് ഓഫ് മീഡിയ സോഴ്സസ്. നമ്മൾ ക്രിട്ടിക്കൽ മീഡിയ സോഴ്സസ് എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാം എന്നുള്ളതിൽ ഈ ടൂളൊക്കെ പറയുന്നത് അതിലാണ് കേട്ടോ. ഫേക്ക് ആണോ റിയൽ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മളുടെ എന്തൊക്കെ ഫേക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുപോലെ തന്നെ ഫേക്ക് ന്യൂസുകൾ എന്തൊക്കെയാണ്, ഡീപ് ഫേക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി മീഡിയ മാനിപ്പുലേഷൻ ടെക്നിക്സ്
ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അല്ലെ. ഫേക്ക് അക്കൗണ്ട് വഴിയും മറ്റ് സെലക്ടീവ് എഡിറ്റിംഗ് വഴിയൊക്കെയാണ്. പിന്നെ ഇമ്പാക്ട് ഓൺ സൊസൈറ്റി, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ സോഴ്സിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ്, നമ്മുടെ ട്രസ്റ്റ് അവിടെ ഡിക്ലൈൻ ചെയ്യുന്നു, അതേപോലെ തന്നെ പിന്നെ വയലൻസ് വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് മീഡിയ ലിറ്ററസി, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് മീഡിയ ലിറ്ററസിയിൽ വരുന്നതാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടുത്തെ എവിഡൻസ് ഉണ്ടോ, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഇത് ഷെയർ ചെയ്തുകൊണ്ടുള്ള പർപ്പസ് എന്താണ്, അതുപോലെ തന്നെ നമ്മൾ പിന്നെ സോഴ്സസ് റിലയബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അത് കൂടാതെ നമ്മൾ വരുന്നതാണ് നമ്മളുടെ ഇങ്ങനത്തെയുള്ള ടൂൾസ് ഉപയോഗിച്ച്, അതായത് AI ജനറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അത് കൂടാതെ തന്നെ ഏറ്റവും ഇതിനേക്കാളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് നമ്മളെ ഹ്യൂമൻ ജഡ്ജ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ് എന്നാണ് ഒരു മൊത്തത്തിൽ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഇനി യൂണിറ്റ് 3 ആണ് നമ്മൾ പറയുന്നത്. അതിൽ യൂണിറ്റ് 3യുടെ പേര് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഡെമോക്രസി എന്നാണ്. അപ്പം എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത്, നമ്മളെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മളെ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ റൂൾ ഓഫ് ലോ, ഇതെല്ലാം കൂടി ഇതിനെ നമ്മൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി എന്ന് പറയാം. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ സുതാര്യത, അതായത് നമ്മൾ ട്രാൻസ്പെറൻസി മീൻസ് ഗവൺമെന്റ് ആക്ഷൻ എപ്പോഴും ഓപ്പൺ ആയിരിക്കണം, ട്രാൻസ്പെറന്റ് ആയിരിക്കണം, അത് പബ്ലിക്കിന് കാണാൻ കഴിയണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതായത് അവരുടെ പോളിസീസ്, ഡിസിഷൻസ് എന്തൊക്കെയാണ്, ഫണ്ട് യൂസേജ് എന്തൊക്കെയാണ്, ഇങ്ങനെയെല്ലാം നമ്മളുടെ പിന്നെ പീപ്പിൾ, ആൾക്കാരെ നമ്മളുടെ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ അതാണ് സുതാര്യത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു ഡെമോക്രസിയിൽ. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അവിടെ നമുക്ക് എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പബ്ലിക്കിന് ഒരു ട്രസ്റ്റ് ഇഷ്യൂസ്, അത് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും അത് അവരുടെ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. അതാണ് സുതാര്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ പല ഗവൺമെന്റ് ഡാറ്റാസ്, ഓപ്പൺ ഗവൺമെന്റ് ഡാറ്റാസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ട്രാൻസ്പെറന്റ് ആണ്, അവരുടെ ഡിസിഷൻസ് ഇങ്ങനെയാണ്, പോളിസീസ് ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊന്നാണ് നമ്മളുടെ ഒരു ട്രാൻസ്പെറൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അക്കൗണ്ടബിലിറ്റി, നമ്മളുടെ ഉത്തരവാദിത്തം എന്നാണ് അക്കൗണ്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടബിലിറ്റി മീൻസ് നമ്മുടെ പബ്ലിക് ഓഫീഷ്യൽസ് എപ്പോഴും നമ്മൾ ആയിട്ട് ആൻസറബിൾ ആയിരിക്കും. അപ്പൊ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, ആ ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. പബ്ലിക് ഒഫീഷ്യൽസിന് ആ ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് അതിന്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തം ഉണ്ട്. ഒരിക്കലും ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണോ ആ ഒരു പിന്നെ പൗരന്മാർക്ക് അത് അറിയാനുള്ള എക്സ്പ്ലനേഷൻസ് അവർക്ക് കൊടുക്കണം. അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവര് എക്സ്പ്ലനേഷൻ നൽകണം. അത് ഗവൺമെന്റ് പബ്ലിക് ഓഫീഷ്യൽസ് ചെയ്യേണ്ട ഒരു കടമയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. അതൊരിക്കലും നമ്മൾ മാറ്റാൻ പറ്റില്ല അല്ലെ. അതപ്പം അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെമോക്രാറ്റിക് ആയിട്ട് അവർക്ക് ചെയ്യേണ്ട എത്തിക്കൽ ഒരു പ്രിൻസിപ്പിൾ ആണ്. ഡെമോക്രസിയിൽ ചെയ്യുന്ന ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾ ആയിരിക്കണം ഈ ഒരു അക്കൗണ്ടബിലിറ്റി. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി വഴി നമുക്ക് ഇലക്ഷൻസ് ഒക്കെ, അതാണ് പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി കൊണ്ട് നമുക്ക് ഒരു ഇലക്ഷൻസും, അതുപോലെ തന്നെ ലീഗൽ അക്കൗണ്ടബിലിറ്റി കൊണ്ട് പറയുന്നത് നമ്മൾ കോർട്ട് ലോ ഒക്കെ ഇല്ലേ, അത് നമുക്ക് ലീഗൽ അക്കൗണ്ടബിലിറ്റി ആയിട്ട് പറയാം. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ വിജിലൻസ്, ഓഡിറ്റ്സ് ഒക്കെ ഇല്ലേ, അത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ടബിലിറ്റി ആയിട്ട് പറയാം. പിന്നെ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയ, അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റി ഒക്കെ അതിൽ വരും. അപ്പോൾ പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റിക്ക് ഒരു ഇത് പറഞ്ഞതാണ് ഇലക്ഷൻ ഒക്കെ ഉണ്ടല്ലോ അത്. ലീഗൽ അക്കൗണ്ടബിലിറ്റി നമ്മളെ ലോയും മറ്റു കാര്യങ്ങളൊക്കെ അതിന് പറയാം, അവരുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. സോഷ്യൽ ലീഗൽ അക്കൗണ്ടബിലിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് മീഡിയയും സിവിൽ സൊസൈറ്റിയും ഒക്കെ പെടുത്തുന്നതും, സോഷ്യൽ അക്കൗണ്ടബിലിറ്റിയിൽ പിന്നെ സോഷ്യൽ ഈ പറഞ്ഞ പോലെ മീഡിയയുടെയും സിവിൽ സൊസൈറ്റിയുടെയും ഒക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. ഇനി അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ അവിടെ നമുക്ക് എന്താ സംഭവിക്കുക, അവിടെ പവർ, ആ കിട്ടുന്ന പവർ അവരെന്ത് ചെയ്യും, അത് യൂസ് ചെയ്യും. അപ്പം അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ഈ അക്കൗണ്ടബിലിറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ട്രാൻസ്പെറൻസിയും എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഡെമോക്രസിയിൽ ഒരു വേണ്ട ഒരു പിന്നെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് തന്നെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി റൂൾ ഓഫ് ലോ, നിയമത്തിന്റെ ആധിപത്യം എന്നെങ്ങനെയാണെന്ന് നോക്കാം. റൂൾ ഓഫ് ലോ എന്ന് മീൻ ചെയ്യുന്നത് ലോ ഒരു സുപ്രീം പവർ ആണ് അല്ലെ, സുപ്രീം ആയിട്ടുള്ള കാര്യമാണ്. അതിൽ എല്ലാവരും ഈക്വൽ ആണ്, നമുക്കറിയാമത്. അതുപോലെ തന്നെ ഒരാളും നിയമത്തിന് ഒരാളും ഏതൊരാളാണെങ്കിലും അത് നിയമത്തിന് പിന്നെ എല്ലാവരും നിയമത്തിന്റെ അണ്ടറിലായിരിക്കും. അത് എത്ര വലിയ ആളാണെങ്കിൽ കൂടെ നിയമത്തിന്റെ അണ്ടറിലാണ് അവർ വരിക. അപ്പം ഡെമോക്രസി എത്തിക്കലാകാൻ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് കമ്പൽസറി ആണ് അല്ലെ. വലിയവരും ചെറിയവനുമില്ല, ലോയുടെ മുന്നിൽ എല്ലാവരും ഒരുപോലെയുള്ള ഒരാളാണ്, എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കാതെ. അപ്പം റൂൾ ഓഫ് ലോ, നിയമത്തിന്റെ ആധിപത്യം അതാണ്. അപ്പം ഡെമോക്രസിയിൽ എത്തിക്കലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റൂൾ ഓഫ് ലോ അവിടെ കമ്പൽസറി ആണെന്ന് മനസ്സിലാക്കുക.
ഓക്കെ, എത്തിക്കൽ ആവണമെങ്കിൽ അതേ നടക്കുകയുള്ളൂ അല്ലെ. ഇനി നെക്സ്റ്റ് വണ് നമ്മളൊരു എക്സാമിന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ട്രാൻസ്പെറൻസി റിവീൽസ് ആക്ഷൻസ്, അക്കൗണ്ടബിലിറ്റി, ഇൻഷുർ റെസ്പോൺസിബിലിറ്റി ആൻഡ് റൂൾ ഓഫ് ലോ ഗ്യാരണ്ടി ജസ്റ്റിസ് ഇൻ ഡെമോക്രസി. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് ചുരുക്കി പറഞ്ഞതാണ് കേട്ടോ. ട്രാൻസ്പെറൻസി റിവീൽസ് ആക്ഷൻസ്, അക്കൗണ്ടബിലിറ്റി, എൻഷുർ റെസ്പോൺസിബിലിറ്റി ആൻഡ് റൂൾസ് ഓഫ് ലോ ഗ്യാരണ്ടി ജസ്റ്റിസ് ഇൻ ഡെമോക്രസി എന്നുള്ളത് നമുക്ക് ഒറ്റ ലൈനിൽ പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ ഒറ്റ ലൈനിൽ പറഞ്ഞതാണ്, എക്സാം നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി. ഇനി ഡെമോക്രസി ആസ് ആൻ എത്തിക്കൽ പ്രിൻസിപ്പിൾ. ഡെമോക്രസി ഇലക്ഷൻ മാത്രമല്ല, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞെങ്കിലും ഡെമോക്രസി എന്ന് പറയുന്നത് ഇലക്ഷൻ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ചിലതുണ്ട്, അതല്ല. ഇറ്റ് ഇസ് ആൻ എത്തിക്കൽ പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ വാല്യൂസ്. നമ്മളുടെ വാല്യൂസ് ബേസ് ചെയ്തിട്ടുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾസും കൂടി ഉൾപ്പെടുന്നതാണ് ഈ ഡെമോക്രസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കറക്റ്റ് എത്തിക്കൽ വാല്യൂസ് ഉണ്ട്. നമ്മുടെ എത്തിക്കൽ വാല്യൂസ് എന്തൊക്കെയാണ്? ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നുള്ളത്, അതുപോലെ തന്നെ ഫ്രീഡം, പിന്നെ ജസ്റ്റിസ്, ഇതെല്ലാം നമ്മളുടെ കോർ എത്തിക്കൽ വാല്യൂസ് ആണ്. അപ്പം മെജോറിറ്റി റൂളും ഈ പറഞ്ഞുള്ള മൈനോറിറ്റി റൈറ്റ്സും ബാലൻസ് ചെയ്തിരിക്കണം. ഈ അതായത് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മൾ അവിടെ പറയണം, അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിസിപ്പേഷൻസ് ഉണ്ടാവണമെങ്കിൽ മാത്രമേ ഡെമോക്രസി വരുന്നത്. അവിടെ വെറും നമ്മളുടെ ഒരു ഇലക്ഷൻ മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ഒരു കോർ എത്തിക്കൽ പ്രിൻസിപ്പിൾസും ബേസ് ചെയ്തിട്ടുള്ള, നമ്മുടെ വാല്യൂസും ബേസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഡിഗ്നിറ്റി നോക്കുന്നു. കോർ എത്തിക്കൽ വാല്യൂസ് പറഞ്ഞാൽ ഡിഗ്നിറ്റിയും ഫ്രീഡവും ജസ്റ്റിസും ഒക്കെ, ഹ്യൂമൻ ഡിഗ്നിറ്റി ഒക്കെ വരുന്നതാണ് ഈ ഒരു ഡെമോക്രസി, അല്ലെങ്കിൽ ഡെമോക്രസിക്ക് ആസ് എൻ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്നുള്ള ഇതിൽ വരുന്നത്. ഇനി എത്തിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രാറ്റിക് ലെജിറ്റിമസി ആൻഡ് ഗവർണൻസ്. അതില് ഡെമോക്രാറ്റിക് ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് എത്തിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രാറ്റിക് ലെജിറ്റിമസി ആൻഡ് ഗവർണൻസ്. ഈ ഡെമോക്രാറ്റിക് ലെജിറ്റിമസി എന്നുള്ളത് എന്താണെന്ന് നോക്കാം. നമ്മുടെ നിയമസാധുത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അതായത് പീപ്പിൾ അക്സെപ്റ്റ് അതോറിറ്റി ആസ് റൈറ്റ്ഫുൾ. അതിൽ വരുന്നതാണ് ടു ടൈപ്സ് ആയിട്ട് പറയാം, പ്രൊസീജിയറൽ ലെജിറ്റിമസിയും അതുപോലെ സബ്സ്റ്റേറ്റീവ് ലെജിറ്റിമസിയും. അതായത് നമുക്ക് ഈ പ്രൊസീജിയറൽ എന്ന് പറയുമ്പോൾ ഫ്രീ ആയിരിക്കാം, അത് ഫെയർ ആണ്, ഫെയർ ഇലക്ഷൻസ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഒക്കെ അതിൽ വരാം. ഈ സബ്സ്റ്റാൻറ്റീവ് ലെജിറ്റിമസി എന്ന് പറയുമ്പോൾ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ വെൽഫെയർ ഡെലിവർ. ഇഫ് ഗവർണൻസ് അൺഎത്തിക്കൽ ആണെങ്കിൽ, നമ്മളെ ഗവൺമെന്റ് എന്ന് പറയുന്നത് അൺഎത്തിക്കൽ ആണെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ഡിക്രീസ് ചെയ്യും അവിടെ, നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ ഡെമോക്രസി വീക്കണും ചെയ്യും. നമ്മുടെ ഡെമോക്രസിക്ക് അവിടെ ഒരു സാധ്യത ഉണ്ടാവില്ല. അപ്പൊ ഇത് രണ്ടും അവിടെ ഉണ്ടാവുന്നു. അപ്പം എത്തിക്കൽ ലീഡർഷിപ്പ് ലെജിറ്റിമസി സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് നമ്മുടെ നിയമസാധ്യത എന്നുള്ളത്. അത്രയുമാണ് ഈ ഒരു എന്താ പറയാ ഡെമോക്രാറ്റിക് ലെജിറ്റിമസിയുടെ അണ്ടറിൽ വരുന്നത്. നമ്മൾ അത്ര കാര്യമായിട്ട് നമ്മുടെ നിയമസാധ്യത ഉണ്ടാവുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. നിയമസാധ്യത ഇല്ലാതെ നമ്മൾ എന്താ പറയാ ഇലക്ഷൻ മാത്രമല്ല അല്ലെ, ഫ്രീ ഫെയർ ഇലക്ഷൻസ് മാത്രമല്ല, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി അവിടെ ഉണ്ടാവണം, അതുപോലെ റൈറ്റ് പ്രൊട്ടക്ഷൻ, അതുപോലെ വെൽഫെയർ ഡെലിവറി കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. ഈ ഗവൺമെന്റ്സ് അൺഎത്തിക്കൽ ആണെങ്കിൽ അവിടെ എന്താ ചെയ്യും? ട്രസ്റ്റ് ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഡെമോക്രസി അവിടെ വീക്ക് ആവുകയും ചെയ്യും. അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഉള്ളത് മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, കൂട്ടിച്ചേർക്കേണ്ടത്, എത്തിക്കൽ ആയിട്ടുള്ള ലീഡർഷിപ്പ് ആണെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ലെജിറ്റിമസി അവിടെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്, നിയമസാധ്യത കൂടുതൽ സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ഡെമോക്രസി, ഡെവലപ്മെന്റ്, ഡിസെൻട്രലൈസേഷൻ ആൻഡ് ഗവർണൻസ്. ഇതില് നമ്മൾ ഡെമോക്രസിയും ആൻഡ് ഡെവലപ്മെന്റും എന്നുള്ള ഒരു ടേം നമുക്ക് നോക്കാം. ഡെമോക്രസി എന്തൊക്കെയാണ് ഇൻഷുർ ചെയ്യുന്നത്? നമ്മൾ ഡെവലപ്മെന്റ്, നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഡെവലപ്മെന്റുകൾ, അതുപോലെ വെൽഫെയർ പോളിസീസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇതെല്ലാം നമ്മുടെ നാട്ടില് ഡെമോക്രസി എൻഷുർ ചെയ്യുന്നുണ്ട് അല്ലെ. എത്തിക്കൽ ഗവർണൻസ് എൻഷുർ ബെനിഫിറ്റ് ഓഫ് റിച്ച് പുവർ മാർഗനൈസ്ഡ്. നമ്മളുടെ നാട്ടിലെ വലിയ പണക്കാരാണെങ്കിലും പാവപ്പെട്ടവർക്കുമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഈക്വലി ആയിട്ട് കൊണ്ടുപോകാൻ, അവരിലേക്ക് എത്തിക്കാൻ നമ്മൾ ഈ ഒരു എത്തിക്കൽ ഗവർണൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡെമോക്രസി കൊണ്ട് എൻഷുർ ചെയ്യുന്ന എന്തൊക്കെയാണ്? ഡെവലപ്മെന്റ്സും അതുപോലെ തന്നെ വെൽഫെയർ പോളിസീസും സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എത്തിക്കലി ഗവൺമെന്റ് എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? നമുക്ക് പാവപ്പെട്ടവർക്കും
സപ്പോർട്ടർക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ ബെനിഫിറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഡിസെൻട്രലൈസേഷൻ എന്നുകൊണ്ട് മീൻസ് പവർ നമ്മൾ ലോക്കൽ ബോഡിയിലേക്ക് നടക്കുന്നത്. അതായത് ഒരു പവർ ഉണ്ടാവുമല്ലോ, അവർക്ക് ഉണ്ടാവുന്നത് അത് നമ്മൾ ലോക്കൽ ബോഡിയിലേക്ക് എത്തിക്കുന്നു. ഇപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത് പഞ്ചായത്ത് രാജ്, അർബൻ ലോക്കൽ ബോഡീസ്, എത്തിക്കൽ കാര്യങ്ങളെല്ലാം അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി എത്തിക്കലി ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതായത് പീപ്പിൾ പാർട്ടിസിപ്പേഷൻസ് അതിൽ ഇൻക്രീസ് ചെയ്യുന്നു, കൂടുതൽ ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അതിൽ അക്കൗണ്ടബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മളെ ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നു. അതിന് നമ്മളുടെ ഗവർണൻസ് നമ്മളെ പബ്ലിക്കുമായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആവുന്നു ഈ ഒരു ഡിസെൻട്രലൈസേഷൻസ് പറയുന്നത്. അതായത് മീൻ ചെയ്യുന്നത് നമ്മളെ മീൻസ് പവർ ഉണ്ടല്ലോ, അത് നമ്മളെ ലോക്കൽ ബോഡിയിലേക്ക് അങ്ങോട്ട് നൽകുകയാണ്. ലൈക്ക് പഞ്ചായത്ത് രാജ്, നമുക്കതിനൊരു എക്സാമ്പിൾ പറയാം. അർബൻ ലോക്കൽ ബോഡീസ്, നമ്മളെ ഈ ഒരു ലോക്കൽ ഏരിയസിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്തിക്കൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് അവരുടെ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻസ് കൂടാനും അക്കൗണ്ടബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഗവൺമെന്റ്സുമായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആവാൻ സഹായിക്കുന്നതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. പവർ അങ്ങോട്ട് കൊടുക്കുന്നു, താഴത്തെ ലോക്കൽ ബോഡീസിന് കൊടുക്കുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക, കൂടുതൽ ഇതിലേക്ക് പോകണ്ട. ഇനി റിസർവേഷൻ ഫോർ വുമൺ, അതിൽ നമ്മൾ പറയേണ്ടതാണെങ്കിൽ വുമൺസിനും SC/ST കാർക്കൊക്കെ റിസർവേഷൻസ് കൊടുക്കുന്നതും അതൊക്കെ ഒരു എത്തിക്കലി കറക്റ്റീവ് ജസ്റ്റിസ് ആണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഡീസെൻട്രലൈസേഷൻ കൊണ്ട് വരുന്നത് സ്ട്രെങ്തൻ ഡെമോക്രസി ബൈ പ്രൊമോട്ടിംഗ് പാർട്ടിസിപ്പേഷൻ, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. നമ്മുടെ ഡെമോക്രസി കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്നു. എന്തൊക്കെ ചെയ്തിട്ടാണ്? നമ്മളെ പാർട്ടിസിപ്പേഷൻസ് വരുന്നു, ട്രാൻസ്പെറൻസി, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തങ്ങളും നമ്മളെ സുതാര്യതയൊക്കെ അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഡീസെൻട്രലൈസേഷൻ കൊണ്ട്. അപ്പൊ അത്രയുമാണ് യൂണിറ്റ് 3 പറഞ്ഞിട്ടുള്ളത്. ഇനി യൂണിറ്റ് 4 പറയാണ് എത്തിക്സ് ആൻഡ് പവർ. എത്തിക്സും പവറും എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് അബ്യൂസ് ഓഫ് പവർ ആൻഡ് കറപ്ഷൻ. അതില് നമ്മളുടെ പവറും ഒക്കെ അത് അബ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഇമ്പാക്ട്? അതൊരു സോഷ്യൽ ജസ്റ്റിസ് അവിടെ തടസ്സപ്പെടുകയാണ് അല്ലെ, സോഷ്യൽ ജസ്റ്റിസ് ഇല്ലാതെ വരികയാണ്. ഇത് നമ്മൾ പവർ ഉള്ളത്, നമുക്കിപ്പോ പൊളിറ്റിക്കൽ പവർ, പല പവറുകൾ ഉള്ളത് അവർ പല ആൾക്കാരും മിസ്യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ പവർ അവിടെ അൺഎത്തിക്കലായിട്ട് യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന എന്താ കാര്യങ്ങളൊക്കെയാണ്? ഇത് ഡിസ്ക്രിമിനേഷൻ വരുന്നു, അതുപോലെ തന്നെ ഇൻഇക്വാലിറ്റി വരുന്നു, സോഷ്യൽ ജസ്റ്റിസ് അത് വയലേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം അവിടെ ഉണ്ടാവുകയാണ്. നമ്മൾ അവർക്ക് ഉണ്ടാവുന്ന പവർ, കിട്ടുന്ന പവർ അവരെ അബ്യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ അത് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ വയലേറ്റ് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. പവർ കൊണ്ട് പലരും അത് അൺഎത്തിക്കലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അവരുടെ പവർ കൊണ്ട് അവര് പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് ഡിസ്ക്രിമിനേഷൻ ചെയ്യാറുണ്ട്, എക്സ്ക്ലൂഷൻ ഉണ്ട്, ഇൻഇക്വാലിറ്റിയും സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ വയലൻസ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു. ഇനി കറപ്ഷൻ വരികയാണെങ്കിൽ എന്തൊക്കെ കറപ്ഷൻ ആണ് പറയുന്നത്? അവിടെ ഫോംസ് ഓഫ് കറപ്ഷൻ നമുക്ക് ഒരുപാട് കറപ്ഷൻ കേട്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ എന്താ പറയാ, കൈക്കൂലി, അതെല്ലാം പറയാം. അതുപോലെ തന്നെ നമ്മള് മക്കളെ ഇപ്പൊ പൊളിറ്റിക്കലി അവരെ കൂടി, അച്ഛൻ ഒക്കെ ഉണ്ടാവും അവിടെ, അവരെ കൂടി മക്കളെ കൂടി അതിലേക്ക് നെപ്പോട്ടിസം എന്നൊക്കെ പറയുമല്ലോ, അത് മക്കളെ കൂടിയൊക്കെ ഇറക്കുക, അതൊക്കെ നമുക്കൊരു കറപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. അതായത് പാവപ്പെട്ട ആൾക്കാർ കൂടുതൽ സഫർ ചെയ്യുകയും അവർക്ക് ഇൻഈക്വാലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഈക്വൽ ആയിട്ടല്ലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്, ഇൻഈക്വൽ ആയിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ വീക്ക് ആവുകയും ചെയ്യുന്നു. അതായത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പബ്ലിക്കില് എന്താ പറയാ, അവർക്കുള്ള ഒരു ട്രസ്റ്റ് കുറയുന്നു. പബ്ലിക് ട്രസ്റ്റ്, ഉള്ള ട്രസ്റ്റ് തന്നെ അവരെന്താ പറയാ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കറപ്ഷൻ കൊണ്ട് ലൈക്ക് നമ്മുടെ കൈക്കൂലിയും ഈ കാര്യങ്ങളൊക്കെ വരുമ്പോ അതിന്റെ ഇമ്പാക്ട് വരുന്നത് പാവപ്പെട്ടവർക്കൊന്നും കിട്ടാതെ വരുന്നു. അവിടെ എല്ലാം കൂടുതൽ അവർ സഫർ ചെയ്യുന്നു, ഇൻഈക്വൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പോരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് വീക്ക് ആവുന്നു എന്നുള്ളതൊക്കെ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് കറപ്ഷൻ കൊണ്ട്. കറപ്ഷൻ അറിയാലോ, അതുകൊണ്ട്. ഇനി കറപ്ഷൻ സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു എനിമിയാണ്, നമുക്കങ്ങനെ പറയാം അല്ലെ. സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു എനിമി തന്നെയാണ് കറപ്ഷൻ. കാരണം കറപ്ഷൻ വരുമ്പോൾ അവിടെ സോഷ്യൽ ജസ്റ്റിസ് വീക്കാവുകയാണ് ചെയ്യുന്നത്, കിട്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ്, എത്തിക്കൽ കൺസിഡറേഷൻ ഇൻ പബ്ലിക് പോളിസി ആൻഡ് ഗവർണൻസ്. നമ്മളെ പബ്ലിക് പോളിസീസ് ഉള്ളത് വളരെ എത്തിക്കൽ ആയിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ.
എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്, ഈക്വാലിറ്റി, ഫെയർനെസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി, ഇതൊക്കെയാണ് നമ്മൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി എത്തിക്കൽ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ്, ട്രാൻസ്പെറൻസി, ഇൻക്ലൂഷൻ ഓഫ് മാർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. ഇപ്പൊ നമ്മള് വെൽഫെയർ എക്സാമ്പിൾ പറയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. നമ്മളെ റിസർവേഷൻ പോളിസിയും നമ്മളെ പിന്നെ വെൽഫെയർ സ്കീംസ്, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളെ പബ്ലിക് പോളിസീസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മള് നമ്മൾ എത്തിക്കലായിട്ട് അതെല്ലാവർക്കും അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം ഡിസിഷൻ മേക്കിംഗ് എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. നമുക്ക് ഈ കാര്യങ്ങളല്ല, നമുക്ക് ഒരുപാട് കിട്ടുന്ന വെൽഫെയർ സ്കീംസും ഒക്കെ കാര്യങ്ങളും റിസർവേഷൻ പോളിസീസ് ഒക്കെ യഥാർത്ഥത്തിലുള്ള ആൾക്കാർക്കാണോ, അത് കിട്ടേണ്ട ആൾക്കാർക്ക് തന്നെയാണോ കിട്ടേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് എത്തിക്കൽ ഗവർണൻസ് പറയുന്നത്. നമ്മള് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. ആരൊക്കെ കിടക്കും. ഇപ്പൊ നമ്മള് പിന്നെ ഈ സ്കീം റിസർവേഷൻ പോളിസി തന്നെ റിസർവേഷൻസിൽ ഉള്ള അണ്ടറിലുള്ള ആൾക്കാർക്കൊക്കെ തന്നെയാണോ ജോബ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന്റെ അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ളതൊക്കെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ഡിസിഷൻസ് മേക്കിംഗ് ഒക്കെ വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതാണ് ഈ ഒരു എത്തിക്കൽ ഗവൺമെന്റ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എത്തിക്കൽ ചാലഞ്ചസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. പോളിസി മേക്കിംഗ് ടൈമിൽ നമ്മുടെ എത്തിക്കൽ പിന്നെ ലെവൻസ് വരും. അതായത് നമുക്ക് ലിമിറ്റഡ് സോഴ്സസ് ആണുള്ളത്. ഇപ്പൊ ലൈക്ക് നമുക്ക് കോൺഫ്ലിക്റ്റ് കൂടുതൽ ഉണ്ടാവും. അതുപോലെ തന്നെ മെജോറിറ്റിയും മൈനോറിറ്റിയും അവരുടെ ഒരു ആവശ്യകതകൾ കൂടും. അത് അങ്ങനെയൊക്കെ ഇതില് വരും. അപ്പൊ നമ്മള് പൊളിറ്റിക്കലി എത്തിക്കൽ ചാലഞ്ചസ് ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് വരും. അതുപോലെ തന്നെ നമ്മള് എത്തിക്കൽ കൺസേൺസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ കൺസേൺ ഉണ്ടാവുക? ജസ്റ്റിസ് എല്ലായിടത്തും ഫെയർ ആയിട്ടാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇക്വാലിറ്റി, എല്ലാവർക്കും എന്താ പറയാ എക്സ്ട്രാ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ്, നമ്മൾ ഫ്രീഡം, പ്രൊട്ടക്ഷൻ ഒക്കെ ഡിഗ്നിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കും. അതായത് പൊളിറ്റിക്കൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മളെ എത്തിക്കൽ ഗവർണൻസിനെ അത് ഹാം ചെയ്യുന്നു. പൊളിറ്റിക്കലി ഗെയിൻ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഗെയിൻ വരുമ്പോൾ അത് എത്തിക്കൽ ഗവർണൻസിനെ അത് ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതില് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസിഷൻ മേക്കിങ്ങിലും പോളിസി ഫോർമേഷനും ഒക്കെ പോളിസി മേക്കിങ്ങിൽ വരുമ്പോൾ എത്തിക്കലി അത് നമ്മൾ എങ്ങനെ വരും എന്നുള്ളത് മനസ്സിലാക്കുക. അത് നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, പിന്നെ കൂടുതൽ ഉണ്ടാവാം. മെജോറിറ്റിക്കും മൈനോറിറ്റിക്കും ഒരുപാട് ആവശ്യകതകൾ ഉണ്ടാവാം. അതൊക്കെയാണ് നമ്മൾ ഇതിൽ വരുന്നത്, എത്തിക്കൽ ചാലഞ്ചസിൽ വരുന്നത്. ഇനി ഈ എത്തിക്കൽ കൺസേൺസ് എന്തൊക്കെയായിരിക്കണം? ജസ്റ്റിസ് ഉണ്ടാവണം, ഇക്വാലിറ്റി ഉണ്ടാവണം, ഹ്യൂമൻ റൈറ്റ്സ്, ഇതൊക്കെ ഇതിൽ വരണം. അത് പൊളിറ്റിക്കൽ ഗെയിൻ എന്ന് പലപ്പോഴും എത്തിക്കൽ ഗവേണൻസിനെ ഹാം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക, പല പൊളിറ്റിക്കൽ ഗെയിൻസ് വരുമ്പോൾ. ഇനി റോൾ ഓഫ് എത്തിക്സ് ഇൻ കമ്പാറ്റിംഗ് കറപ്ഷൻ ആൻഡ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ജസ്റ്റിസ്. എത്തിക്സ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? എത്തിക്കൽ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി നമുക്ക് അവിടെ സ്ട്രെങ്തൻ ചെയ്യുന്നു. മറ്റൊന്ന് പിന്നെ നമ്മൾ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻസ് എൻകറേജ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? എത്തിക്സ് ഒരു എത്തിക്കൽ കാര്യങ്ങൾ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ എത്തിക്കൽ ലീഡർഷിപ്പ് ഒക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എത്തിക്സ് കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിനെ ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ്? സ്ട്രോങ് ആയിട്ടുള്ള ലോ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അതുപോലെ ഡിജിറ്റലി ഗവർണൻസ്, എത്തിക്കൽ എഡ്യൂക്കേഷൻ, ആക്റ്റീവ് സിവിൽ സൊസൈറ്റി, ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എത്തിക്സ് നമ്മളുടെ പിന്നെ നമ്മളുടെ കറപ്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസും പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം. അപ്പൊ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എത്തിക്കൽ ലീഡർഷിപ്പും ട്രാൻസ്പെറൻസിയും, അത് എത്തിക്കൽ ലീഡർഷിപ്പ് എന്താണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലെ. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി കൂടുന്നു, നമുക്ക് കൂടുതൽ ട്രാൻസ്പെറന്റ് ആവും. മറ്റ് എല്ലാവർക്കും കാണാവുന്ന ഉത്തരവാദിത്തം അവിടെ കൊടുക്കുമ്പോൾ പിന്നെ പബ്ലിക് ഓഫീസേഴ്സ് നമുക്ക് പബ്ലിക്കിന് അത് ഉത്തരവാദിത്തം ഉണ്ട്. അവർക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. മറ്റൊന്നാണ് പിന്നെ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻസ് ഇൻക്രീസ് ചെയ്യും. ഒബിയസ്ലി നമുക്കിത് ട്രാൻസ്പെറന്റ് ആവുന്നു, നമ്മളിലേക്ക് എല്ലാം കൂടുമ്പോൾ നമ്മൾ ട്രസ്റ്റ് കൂടും, അതിൽ കൂടുതൽ പാർട്ടിസിപ്പേഷൻസ് ഉണ്ടാകുന്നു. അതിന് ഉപയോഗിക്കുന്ന ടൂളുകളാണ് സ്ട്രോങ് ആയിട്ടുള്ള ലോ. നമ്മുടെ ലോ വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ എന്താണ് ഒരു ജസ്റ്റിസ് കിട്ടുകയാണ്, സോഷ്യൽ ജസ്റ്റിസ് കിട്ടുകയാണ് സ്ട്രോങ് ആയിട്ട്. നമുക്കറിയാം ആ ലോ കൊണ്ട് നമുക്ക് ലോയിൽ വിശ്വാസം വരുന്നു. പിന്നെ ഡിജിറ്റൽ ഗവർണൻസ്, അതുപോലെ എത്തിക്കൽ എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് എന്താണ് കൂടുതൽ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ആക്റ്റീവ് ഇൻ സിവിൽ സൊസൈറ്റി, നമ്മുടെ സിവിൽ സൊസൈറ്റിയിൽ കൂടുതൽ ആക്റ്റീവ് ആവുന്നു. അപ്പൊ എത്തിക്സ് പ്ലസ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് മനസ്സിലാക്കുക. എത്തിക്സും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റിയും വരുന്നതാണ്. എത്തിക്സ് വരുന്നു, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം കൂടെ വരുമ്പോഴാണ് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാക്കുക. സിംപിളി
എത്തിക്സ് പ്ലസ് അക്കൗണ്ടബിലിറ്റി ആണ് അവിടെ സോഷ്യൽ ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, നമ്മള് ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സും കൂടി പറയാം നിങ്ങൾക്ക്. നമ്മൾ കേട്ടത് ട്രാൻസ്പെറൻസി എന്താണ്, നമ്മള് സുതാര്യത, അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്തങ്ങള്, റൂൾ ഓഫ് ലോ നമ്മൾ ലോ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതില് 2000 പിന്നെ നമ്മുടെ ലോ വന്നിരുന്നു ക്രൈം പിന്നെ നമ്മളെ ഡിജിറ്റൽ ഇതിന്റെയൊക്കെ ദുരുപയോഗം കൊണ്ട് അത് മനസ്സിലാക്കുക. ഡെമോക്രസി ഇതില് ഡിസ്ക്രിമിനേഷനും അതിൽ ഡീസെൻട്രലൈസേഷനും, കറപ്ഷൻ നമ്മൾ എന്തൊക്കെ കറപ്ഷൻ ആണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. ഇനി അതിൽ എത്തിക്സ്, അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളതും ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതൊക്കെ ഇതിൽ കൂടുതൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഏതാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഇമ്പാക്ട് ഓൺ ഡെമോക്രസി അല്ലെങ്കിൽ ജസ്റ്റിസ്, അതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. എക്സാമ്പിൾസ് വെച്ചിട്ട് എഴുതുക. അതുപോലെ തന്നെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അതിന്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളതും അതിന്റെ ഇപ്പൊ നമുക്ക് 5 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ആദ്യം അതിന്റെ ഒരു ഡെഫിനേഷൻ കൊടുക്കുക, അത് ഇൻട്രോ പോലെ ഡെഫിനേഷൻ കൂടി ഉൾപ്പെടുത്തി കൊടുക്കുക. അതിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് കണ്ടന്റിൽ അതെല്ലാം ഉൾപ്പെടുത്തുക. വിത്ത് എക്സാമ്പിൾ ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും നമുക്ക് എളുപ്പത്തിൽ വലിച്ചു വാരി എഴുതേണ്ട ആവശ്യവും വരില്ല. പിന്നെ കൃത്യമായ ഒരു കൺക്ലൂഷൻ കൂടി കൊടുക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നെഗറ്റീവ് ഇമ്പാക്ട് എന്താണെന്നാണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്ട് എന്താണെന്ന് പറയുമ്പോൾ ഇതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് ഇമ്പാക്ട് ഇതൊക്കെ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി കൺക്ലൂഡ് ചെയ്യുക. എന്താണോ അതിന് അനുയോജിച്ച് ആ ക്വസ്റ്റ്യൻ അനുയോജിച്ചിട്ടുള്ള ഒരു കൺക്ലൂഷനും കൂടി കൊടുക്കുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മളുടെ ഒരു ക്രാഷ് ക്ലാസ്. നമ്മുടെ എത്തിക്സിന്റെ ബാക്കി ഭാഗങ്ങളിലെ യൂണിറ്റ് ബ്ലോക്ക് 2 വരെയുള്ളത് നിങ്ങൾക്ക് നമ്മളുടെ പിന്നെ ചാനലിൽ അവൈലബിൾ ആണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്. പക്ഷെ നമ്മൾ സമയപരിമിതി മൂലം ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മളിപ്പോ ഒരു ബാക്കിയുള്ള ബ്ലോക്കുകളും യൂണിറ്റുകളും എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് നമ്മളിപ്പോ ഒരു ക്രാഷ് ക്ലാസ് പോലെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാം ഓറിയന്റഡ് ആണിത്. നിങ്ങൾക്ക് ഇത് മാത്രം പഠിച്ചു പോയാൽ തന്നെ ആ ഒരു കീ വേർഡ്സും കീ പോയിന്റ്സും ഒക്കെ നോക്കിയാൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.